നമസ്തേ. നമ്മളെ ഏവരെയും വളരെയേറെ അലട്ടുന്ന ഒരു വിഷയമാണ് പഠിത്തത്തിലോ അല്ലെങ്കിൽ ഓർമ്മശക്തിയിലോ ഉള്ള അഭാവം, വിശിഷ്യ സന്തതികളുടെ പഠന ശേഷിയിലുള്ള കുറവ്, ഏകാഗ്രതയില്ലായ്മ. വളരെയേറെ പരിശ്രമിച്ചിട്ടും അവരർഹിക്കുന്ന വിജയത്തെ കരഗതമാക്കുന്നില്ല. ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടും അർഹമായ വിജയം കരഗതമാക്കാൻ കഴിയാതെ വരുന്നു. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിരന്തരം പഠിച്ചിട്ടും അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നില്ല. എന്താണ് ഇതിന് കാരണം? ഒരുപക്ഷെ അത് അവരുടെ ഓർമ്മശക്തിയുടെ തെളിമയുടെ കുറവാണ്. ഓർമ്മശക്തിയെ ആശ്രയിച്ചിട്ടാണ് ഒരു പഠിതാവിൻ്റെ എന്നല്ല, ഏതൊരു മേഖലയിലും പ്രവർത്തിക്കുന്നവൻ്റെ ജീവിത വിജയം അവനിലേക്ക് എത്തുന്നത്. വിജയം വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓർമ്മശക്തി ഉണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം. ശ്രദ്ധ എന്നിൽ നിന്ന് എപ്പോൾ അപ്രത്യക്ഷമാകുന്നു, ആ സ്ഥാനത്തേക്ക് അശ്രദ്ധ കടന്നു വരും. തന്മൂലം വിജയം പരാജയത്തിലേക്കായി വാതിൽ തുറക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നാഡീനരമ്പുകൾ ഊർജ്ജസ്വലമാകണം, ശിരസ് ചൈതന്യവത്താകണം, ബ്രെയിൻ ആക്റ്റീവായി തന്നെ നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കണമെങ്കിൽ രക്തധമനികൾ ചൈതന്യവത്താകണം, കൃത്യമായ രീതിയിൽ ഉത്തേജിക്കപ്പെടണം. കൃത്യമായ രീതിയിൽ ഉത്തേജിക്കപ്പെടണമെങ്കിൽ അവനവനായി ചെയ്യേണ്ട ചില സാധനാ പ്രക്രിയകളെ നമ്മുടെ പൂർവികർ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്കായി പകർന്നു തന്നു. അവനവൻ്റെ ഒരല്പനേരത്തെ മന്ത്രജപത്തിലൂടെയും ഏകാഗ്രതയിലൂടെയും തീർച്ചയായും മെമ്മറി പവറിനെ വർദ്ധിപ്പിക്കാം, ഓർമ്മശക്തിയെ കൃത്യതയിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ കുട്ടി വളരെയേറെ പഠിച്ചിട്ടും അർഹിക്കുന്ന വിജയം കരഗതമാകുന്നില്ലെങ്കിൽ മറ്റൊന്നുമല്ല കാരണം, ബുദ്ധിക്ക് കുറവൊന്നും ഉണ്ടാകില്ല. കാരണം സമസ്ത ജീവജാലങ്ങളിലും ഈശ്വര ചൈതന്യം ബുദ്ധിയുടെ അളവിൽ ഒരേ അളവിലാണ് പ്രകടമാകുന്നത്. അപ്പോൾ ബുദ്ധിയുടെ അഭാവമല്ല. കാശുള്ളവനിലും കാശില്ലാത്തവനിലും കറുത്തവനും വെളുത്തവനിലും എല്ലാം സർവേശ്വരി ദാനമായി കൊടുത്ത ബുദ്ധി ഒരേ അളവിലാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നതിനെ അനുസരിച്ച് ആശ്രയിച്ചായിരിക്കും വിജയം. ആ ബുദ്ധി കൃത്യമായി ഉപയോഗിക്കണമെങ്കിൽ, താൻ പഠിച്ച വിഷയങ്ങൾ കൃത്യമായി ആൻസർ ഷീറ്റിലേക്ക് പകർത്തണമെങ്കിൽ മെമ്മറി പവറാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകേണ്ടത്, ദ്യോതിക്കപ്പെടേണ്ടത്, തിളങ്ങപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെ ഓർമ്മശക്തിയെ ഉത്തേജിപ്പിക്കുവാനും ഏകാഗ്രത ലഭിക്കുവാനുമുള്ള ദിവ്യമായ ഒരു പരമേശ്വരി മന്ത്രത്തെയാണ് ഇന്ന് പ്രിയമിത്രങ്ങൾക്കായി സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത്. ഈ മന്ത്രം ദേവിയുടെ ഏറ്റവും ദിവ്യമായിട്ടുള്ള മഹത്തായിട്ടുള്ള ഒരു മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ അത് ജപിക്കാം. ഋഷിവര്യന്മാരും യുഗവര്യന്മാരും നിരന്തരം ജപിച്ച് വിജയം കരഗതമാക്കിയതാണ് ഈ മന്ത്രത്തിലൂടെ. ഏത് പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും മറികടക്കുവാൻ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും കഴിയും. അതിന് ചെയ്യേണ്ടത് ഒരു ദിനം ഒരല്പനേരമെങ്കിലും, വിശിഷ്യ പ്രഭാതകാലത്തെങ്കിലും ഈ മന്ത്രം ഒന്ന് ജപിക്കാൻ പറയൂ കുട്ടികളോട്. പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് അവർ ജപിക്കുന്നതെങ്കിൽ 100% വിജയം ഉറപ്പാണ്. അതുകൊണ്ട് തികഞ്ഞ വിശ്വാസത്തോടും പരിപൂർണമായ ഹൃദയശുദ്ധിയോടും ഈ മന്ത്രത്തെ അറിയുവാനും സ്വന്തം ജീവിതത്തിലേക്ക് അതിനെ പ്രാവർത്തികമാക്കുവാനുമുള്ള ശ്രമം നടത്തും. ആ മന്ത്രത്തെ പരിചയപ്പെടാം. മേധേ സരസ്വതീ ശിവേ ഭൂതിദായിനീ താമസീ നിയതം ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. മേധേ സരസ്വതീ ശിവേ ഭൂതിദായിനീ താമസി നിയതം ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ. ഒരു 2-3 പ്രാവശ്യം ശ്രദ്ധയോടുകൂടി ശ്രവിച്ചാൽ തീർച്ചയായും അത് മനസ്സിലാക്കുവാൻ കഴിയും. പരിപൂർണമായ വിശ്വാസത്തോടും ശരീരശുദ്ധിയോടും കൂടി നിങ്ങൾ ജപിക്കൂ. തുടർന്ന് നിങ്ങളുടെ സന്തതികൾക്കായി ഉപദേശിച്ചു കൊടുക്കൂ. അവർ വിജയത്തിൻ്റെ നിറകുടങ്ങളായി മാറപ്പെടും, നിങ്ങളുടെ അഭിമാനങ്ങളായി മാറപ്പെടും. അതിന് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കായി പകർന്നു കൊടുക്കേണ്ടത് ഈ ദിവ്യമായ മന്ത്ര ഔഷധമാണ്. അത് ആ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട്
അവർക്കായി ഉപദേശിച്ചു കൊടുക്കൂ. വിജയം ഉറപ്പാണ്. നമസ്തേ.